ഹായ് ഹലോ ഡിയർ ആസ്പരൻസ്. വെറ്റിനറി സയൻസിലെ മറ്റൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളിതൊരു കെമിസ്ട്രി ഭാഗമാണ്, ചെറിയൊരു ടോപ്പിക്കാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്ക് ഏജിങ് ഓഫ് മീറ്റ്. ഏജിങ് ഓഫ് മീറ്റ്, മീറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഏജിങ് എന്ന് പറയുന്നത്. അത് എന്തൊക്കെ തരത്തിലുള്ള ഏജിങ് ആണുള്ളത്, എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻസുകളാണ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഏജിങ്, ആസ് യൂഷ്വൽ ഏജിങ് എന്താണെന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് ഏജിങ് ഓഫ് മീറ്റിനെ പറ്റിയിട്ടാണ്. ഏജിങ് ഓഫ് മീറ്റ്, ഫസ്റ്റ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് നാച്ചുറൽ പ്രോസസ് ഓഫ് ടെൻഡറൈസേഷൻ. ഇതൊരു നാച്ചുറൽ പ്രോസസ് ഓഫ് ടെൻഡറൈസേഷൻ ആണ്. വെൻ ദ മീറ്റ് ഈസ് സ്റ്റോർഡ് ഓർ ഏജ്ഡ് പോസ്റ്റ് റിഗർ ഓർ ഇൻ ആബ്സെൻസ് ഓഫ് മൈക്രോബിയൽ സ്പോയിലേജ് or the holding of unprocessed meat or carcasses above the freezing point. രണ്ട് രീതിയിലാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊരു നാച്ചുറൽ പ്രോസസ് ഓഫ് ടെൻഡറൈസേഷൻ ആണ്. ടെൻഡറൈസേഷൻ പ്രോസസ്സ് തന്നെയാണ് നാച്ചുറൽ പ്രോസസ് ആയിട്ട്. നാച്ചുറൽ പ്രോസസ് ഓഫ് ടെൻഡറൈസേഷൻ വെൻ ദ മീറ്റ് ഈസ് സ്റ്റോർഡ് ഓർ ഏജ്ഡ് പോസ്റ്റ് റിഗർ. റിഗർ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, റിഗർ മോർട്ടിസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. നമ്മളെ മസിൽസിനെ മീറ്റാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ സ്ലോട്ടറിങ് മസിൽസ് എന്തായിട്ട് മാറും, മീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതിനാണ് നമ്മൾ റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിഗർ മോർട്ടിസിന് ശേഷം നമ്മൾ മീറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് റിസൾട്ട്സ് ഇൻ ടു ദ ടെൻഡർനെസ് ഓഫ് ദി മോർ ടെൻഡർ മീറ്റ് നമുക്ക് കിട്ടുന്നതിന് കാരണമായി മാറുന്നു. അതിനാണ് നമ്മൾ നാച്ചുറൽ പ്രോസസ് ഓഫ് ടെൻഡറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ആബ്സെൻസ് ഓഫ് മൈക്രോബിയൽ സ്പോയിലേജ്, ഒരു തരത്തിലുള്ള മൈക്രോബിയൽ ഓർഗാനിസത്തിന്റെ വളർച്ചയും നമ്മൾ അനുവദിക്കുന്നില്ല. ദാറ്റ് മീൻസ് ആബ്സെൻസ് ഓഫ് മൈക്രോബിയൽ സ്പോയിലേജ്. മൈക്രോബിയൽ സ്പോയിലേജിന്റെ ആബ്സെൻസിലാണ് ഇത് നടക്കുന്നത്. ദ ഹോൾഡിംഗ് ഓഫ് അൺപ്രോസസ്ഡ് മീറ്റ് ഓർ കാർക്കസസ് എബവ് ദി ഫ്രീസിംഗ് പോയിന്റ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, ഫ്രീസിംഗ് പോയിന്റ്, മീറ്റിനുള്ള ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ ഉയർന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ സൂക്ഷിച്ചു വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. ദ പ്രോസസ് ഓഫ് ഹോൾഡിംഗ് ദി അൺപ്രോസസ്ഡ് മീറ്റ് ഓർ കാർക്കസസ് എബവ് ദി ഫ്രീസിംഗ് പോയിന്റ്. ആ ഒരു മെറ്റീരിയലിനുള്ള ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ കൂടുതൽ ഉയർന്ന ഫ്രീസിംഗ് പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മീറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദാറ്റ് റിസൾട്ട്സ് ഇൻ ടു ദ മോർ ടെൻഡേർഡ് മീറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു ടെൻഡറൈസേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏജിങ് എന്നിട്ടുള്ള പ്രോസസ്സ് നടത്തുന്നത്. ഇറ്റ് ഈസ് കോമൺലി കോൾഡ് കണ്ടീഷനിങ് ഓർ ടെൻഡറൈസിങ് ഓർ റൈപ്പനിങ് ഓർ മെച്ചുറിങ് ഓഫ് മീറ്റ്. കണ്ടീഷനിങ്, ടെൻഡറൈസിങ്, റൈപ്പനിങ് ഓർ മെച്ചുറിങ് ഓഫ് മീറ്റ് എന്നാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഏജിങ്ങിനെ പറയുന്ന സിനോണിംസ് ആണ്, വേറെ പേരുകളാണ്. കണ്ടീഷനിങ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ദെൻ ടെൻഡറൈസേഷൻ, വൈ ബിക്കോസ് മോർ ടെൻഡേർഡ് ആയിട്ടുള്ള മീറ്റ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനെ ടെൻഡറൈസിങ് എന്ന് വിളിക്കാറുണ്ട്. ദെൻ റൈപ്പനിങ് ഓർ മെച്ചുറിങ് ഓഫ് മീറ്റ് എന്നും നമുക്ക് പറയാം. ഇതിന്റെ അഡ്വാൻറ്റേജസ് വന്നിട്ട് ഇൻക്രീസ്ഡ് ടെൻഡർനെസ് കൂട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്, ജ്യൂസിനെസ് കൂടുന്നതിന് സഹായിക്കുന്നുണ്ട്, ഫ്ലേവർ കൂടുന്നതിന് സഹായിക്കുന്നുണ്ട്. ദേ ഹെൽപ്ഫുൾ ഫോർ ദി ഇൻക്രീസ് ഓഫ് ടെൻഡർനെസ്, ജ്യൂസിനെസ് ആൻഡ് ഫ്ലേവർ. രണ്ട് ഫേസുകളിലാണ് ഏജിങ് നടക്കുന്നത്. ദർ ആർ ടു ഫേസസ് ബൈ വിച്ച് ടെൻഡറൈസേഷൻ ഓർ ഏജിങ് ടേക്സ് പ്ലേസ്. ഫസ്റ്റ് ഫേസ് ഈസ് കോൾഡ് റാപ്പിഡ് ഫേസ്, സെക്കൻഡ് ഫേസ് ഈസ് കോൾഡ് സ്ലോവർ ഫേസ്. റാപ്പിഡ് ഫേസിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇറ്റ് കോസസ് ചേഞ്ചസ് ഇൻ ദി മയോഫൈബ്രിലാർ കമ്പോണന്റ്. ഇപ്പൊ റാപ്പിഡ് ഫേസിൽ ഇറ്റ് കോസസ് ചേഞ്ചസ് ഇൻ ദി മയോഫൈബ്രിലാർ കമ്പോണന്റ്. മയോഫൈബ്രിലാർ കമ്പോണൻസുകൾക്ക് ചേഞ്ചസ് സംഭവിക്കും. അതാണ് റാപ്പിഡ് ഫേസിൽ സംഭവിക്കുന്നത്. റാപ്പിഡ് ഫേസസ് കോസസ് ചേഞ്ചസ് ഇൻ മയോഫൈബ്രിലാർ കമ്പോണന്റ്. Whereas in the case of slower phase, structural weakening of intramuscular connective tissue. Intramuscular connective tissues in the structural weakening ന് കാരണമാവും. ഇത് രണ്ടും ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. മസിൽസുകളുടെ ഫൈബേഴ്സിനെ പറയുന്ന പേരാണ് മയോഫൈബ്രിൽസ്. ഈ മയോഫൈബ്രിൽസിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടാണ് അതിനെ റാപ്പിഡ് ഫേസിൽ പറയുന്നത്. പെട്ടെന്നുണ്ടാവുന്ന മയോഫൈബ്രിലാർ ചേഞ്ചസുകളെയാണ് നമ്മൾ റാപ്പിഡ് ഫേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഏജിങ് ഓഫ് മീറ്റിന്റെ ഫസ്റ്റ് ഫേസ്, റാപ്പിഡ് ഫേസ്. ദാറ്റ് കോസസ് ചേഞ്ചസ് ഇൻ ദി മയോഫൈബ്രിലാർ കമ്പോണന്റ്. വെറസ് ഇൻ ദ കേസ് ഓഫ് സ്ലോവർ ഫേസിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ സ്ട്രക്ചറൽ വീക്കനിങ് ഓഫ് ദി ഇൻട്രാമസ്കുലർ കണക്റ്റീവ് ടിഷ്യൂ. മസിൽസിന്റെ ഇടയിലുള്ള ഇൻട്രാമസ്കുലർ
ഇൻട്രാമസ്കുലർ എന്താ പറഞ്ഞത്? മസിൽസിന്റെ അല്ലെ? ഇൻട്രാ മീൻസ് ഉള്ളിലാണ്. മസിൽസിന്റെ ഉള്ളിലുള്ള കണക്റ്റീവ് ടിഷ്യൂസിന്റെ സ്ട്രക്ചറൽ വീക്കനിങ്ങിന് കാരണമാകും. ദാറ്റ് ഈസ് കോൾഡ് സ്ലോവർ ഫേസ്. അപ്പൊ റാപ്പിഡ് ഫേസ് ഉണ്ട്, സ്ലോവർ ഫേസ് ഉണ്ട് ഏജിങ്ങിന്. റാപ്പിഡ് ഫേസിൽ മയോഫൈബറുള്ള കമ്പോണൻസുകൾക്ക് ചേഞ്ചസുകൾ സംഭവിക്കും. സ്ലോവർ ഫേസിൽ ഇൻട്രാമസ്കുലർ കണക്റ്റീവ് ടിഷ്യൂസിന് വീക്കനിങ് സംഭവിക്കും. അങ്ങനെയാണ് രണ്ട് രീതികളിൽ മീറ്റിന്റെ ഏജിങ് ഹാപ്പൻ ചെയ്യുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് എൻസൈംസ് ഓർ two proteolytic enzymes which are responsible for the aging of meat. Cathepsin and calpains are the two enzymes which are responsible for the ഏജിങ് ഓഫ് മീറ്റ്. ഏജിങ് ഓഫ് മീറ്റ് നടത്തുന്നത് ഈ രണ്ട് എൻസൈംസ് ആണ്. കാത്തപ്സിനും കാൽപെയിൻസും ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. Then there are different factors which influence the aging of meat or tenderization. ടെൻഡർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫാക്ടേഴ്സുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. രണ്ട് തരത്തിലാണ് ഈ ഫാക്ടേഴ്സുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്രീ സ്ലോട്ടർ ഫാക്ടർ എന്നും പോസ്റ്റ് സ്ലോട്ടർ ഫാക്ടർ എന്നാണ് പറയുന്നത്. പ്രീ സ്ലോട്ടർ ഫാക്ടർ ആൻഡ് പോസ്റ്റ് സ്ലോട്ടർ ഫാക്ടർ. പ്രീ സ്ലോട്ടർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബ്രീഡ്, ഏജ്, എക്സൈസ് ആൻഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് മീറ്റ് ആനിമൽ പ്രയർ ടു ദി സ്ലോട്ടർ ഗ്രേറ്റ്ലി എഫക്റ്റിംഗ് ഏജിങ്. കണ്ടോ? അപ്പോൾ ഏജിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നതിൽ സ്ലോട്ടറിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പ്രീ സ്ലോട്ടർ ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ബിഫോർ ദ സ്ലോട്ടറിങ്, ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് പ്രീ. പ്രീ എന്ന് പറഞ്ഞാൽ മുൻപ് എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. അപ്പോൾ പ്രീ സ്ലോട്ടർ ഫാക്ടേഴ്സുകളിലാണ് ബ്രീഡ്, ഏജ്, എക്സൈസ് ആൻഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് മീറ്റ് ആനിമൽസ് വരുന്നത്. ഇതെല്ലാം പ്രീ സ്ലോട്ടർ ഫാക്ടറുകളാണ്. ബ്രീഡ്, ഏജ്, എക്സസൈസ്, ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി ഫുഡ് ആനിമൽ. ഇനി അടുത്തത് രണ്ടാമതായിട്ട് വരുന്നത് ഏജിങ് ഓർ ടെൻഡറൈസേഷൻ ഫാസ്റ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് സ്ലോട്ടർ ഫാക്ടേഴ്സുകളുണ്ട്. പോസ്റ്റ് സ്ലോട്ടർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഓഫ് മീറ്റ് ഡ്യൂറിങ് ഫസ്റ്റ് 24 hours after slaughter is the utmost importance. കണ്ടോ? അപ്പൊ ചേഞ്ചസ് ഓഫ് മീറ്റ് ഡ്യൂറിങ് ഫസ്റ്റ് 24 hours ഓഫ് സ്ലോട്ടർ ചെയ്തതിന് ശേഷമുള്ള 24 മണിക്കൂറിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെയും അവിടെയുള്ള ഫാക്ടേഴ്സുകളെല്ലാം തന്നെയും എന്തിലേക്ക് വരും? പോസ്റ്റ് സ്ലോട്ടർ ഫാക്ടറിലോട്ട് വരുന്നു. ഫോർ എക്സാമ്പിൾ അവിടുത്തെ ടെമ്പറേച്ചർ, അവിടുത്തെ ഹ്യൂമിഡിറ്റി, then അവിടുത്തെ കെമിക്കൽസുകൾ, ഇതെല്ലാം പോസ്റ്റ് സ്ലോട്ടർ ഫാക്ടറിൽ വരുന്നതാണ്. പോസ്റ്റ് സ്ലോട്ടർ ആഫ്റ്റർ ദി സ്ലോട്ടറിങ് എന്തൊക്കെ കാര്യങ്ങളാണ് മീറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ദീസ് ആർ കോൾഡ് ദി പോസ്റ്റ് സ്ലോട്ടർ ഫാക്ടർ ആൻഡ് പ്രീ സ്ലോട്ടർ ഫാക്ടർ വിച്ച് എഫക്ട്സ് ദി ഏജിങ് ഓഫ് മീറ്റ് ഓർ ടെൻഡറൈസേഷൻ. നെക്സ്റ്റ് ഈ ഒരു പോർഷനിലെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് നമ്മൾ ടൈപ്സ് ഓഫ് ഏജിങ്. ഏതൊക്കെ തരത്തിലുള്ള ഏജിങ് ആണുള്ളത്? രണ്ട് തരത്തിലാണ് ഏജിങ് ഉള്ളത്. ഡ്രൈ ഏജിങ്ങും വെറ്റ് ഏജിങ്ങും എന്ന് പറയുന്നത്. ഡ്രൈ ഏജിങ് ആൻഡ് വെറ്റ് ഏജിങ്. അതിൽ ആദ്യത്തെ നമ്മൾ പറയുന്നു ഡ്രൈ ഏജിങ്. എന്താണ് ഡ്രൈ ഏജിങ്? പേരിൽ തന്നെയുണ്ട്, നമ്മൾ മാക്സിമം ഡ്രൈ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിൽ. ട്രഡീഷണൽ പ്രോസസ്സാണിത് ഓഫ് പ്ലേസിങ് ആൻ എൻറ്റയർ കാർക്കസ് ഓർ ഹോൾസെയിൽ കട്ട് വിത്ത് ഓർ വിത്തൗട്ട് കവറിങ് ഓർ പാക്കേജിങ് ഇൻ എ റെഫ്രിജറേറ്റഡ് റൂം ഫോർ 21 to 28 days. കണ്ടോ? ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള പീരീഡിലോട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാർക്കസസിനെ, എങ്ങനെയുള്ള കാർക്കസ് ആയിരിക്കണം? എൻറ്റയർ കാർക്കസസ് ഓർ ഹോൾസെയിൽ കട്ട് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്ലേസ്ഡ്, ഒരു ഹാങ് ചെയ്തിട്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു റൂമിൽ എടുക്കുന്നു, ഒരു റെഫ്രിജറേറ്റർ റൂമിൽ നമ്മൾ എൻറ്റയർ കാർക്കസോ അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള കട്ടിനായി എത്രത്തിൽ തൂക്കിയിടാന്ന് വെച്ചാൽ എങ്ങനെയുള്ള റൂം ആയിരിക്കണം? റെഫ്രിജറേഷൻ ചെയ്തിട്ടുള്ള റൂമുകളിലാണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം 21 to 28 days. കണ്ടോ? കുറച്ച് പ്രൊലോങ്ഡ് ആണ്. ഒരു മാസത്തോളമൊക്കെ നമുക്ക് ഇങ്ങനെ തൂക്കിയിടേണ്ടതായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ ഡ്രൈ ഏജിങ് എന്ന് പറയുന്നത്. ഡ്രൈ ഏജിങ് ഇത് ഒരു ട്രഡീഷണൽ പ്രോസസ്സാണ്. എൻറ്റയർ കാർക്കസ് അല്ലെങ്കിൽ ഹോൾസെയിൽ കട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഹാങ് ചെയ്തിടുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? കവർ ചെയ്യുന്നില്ല, പാക്കേജിങ് മെറ്റീരിയൽസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളുടെ ഒബ്സർവേഷൻസ് നീഡ്ഫുൾ ആണ്. ഈ ഒരു കേസിൽ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം, ശ്രദ്ധിക്കണം. ദെൻ ദ ടെമ്പറേച്ചർ റിക്വയർഡ് ഫോർ ദി ഏജിങ്. ഇത് ഡ്രൈ ഏജിങ് ആസ് വെൽ ആസ് വെറ്റ് ഏജിങ് ആണെങ്കിലും ടെമ്പറേച്ചർ ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഒരു 0 to 1 degree സെൽഷ്യസ് ഓർ 30 to 34 degree ഫാരൻഹീറ്റിലാണ് ഈ ഇത് നടത്തുന്നത്, ഏജിങ് നടത്തുന്നത്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ടെമ്പറേച്ചറിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആസ് വെൽ ആസ് ഡ്രൈ ഏജിങ്ങിന്റെ കേസസിൽ നമ്മൾ എയറും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ വെലോസിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ 85 to 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അലോങ് വിത്ത് ദാറ്റ് ദ എയർ വെലോസിറ്റി മസ്റ്റ് ബി 0.5 to 2.5 meter per second ആയിരിക്കണം.
ഇത് ഓർത്ത് വെച്ചോളൂ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 85 to 100% ആയിരിക്കണം. എയർ വെലോസിറ്റി വന്നിട്ട് 0.5 to 2.5 മീറ്റർ പെർ സെക്കൻഡ്സ് ആയിരിക്കണം. ഇത് രണ്ടും ഓർത്ത് വെക്കുക. ഇതാണ് ദ ടെമ്പറേച്ചർ required is 0 to 1 degree Celsius or 30 to 34 degree Fahrenheit. Relative humidity is 85 to 100%, whereas air velocity is 0.5 to 2.5 meter per second. ഈ വാല്യൂസ് ഓർത്ത് വെക്കുക. 21 to 28 ഡേയ്സിലോട്ടാണ് ഏജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എൻറ്റയർ കാർക്കസിന് അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ടുള്ള കട്ടിനെ ഹാങ് ചെയ്തിട്ട് റെഫ്രിജറേഷൻ റൂമിൽ വെക്കുന്നത്. ഇനി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലായി പോയി എന്ന് വിചാരിക്കാം. ദർ ഇസ് എ ടു മച്ച് ഹ്യൂമിഡിറ്റി വിച്ച് വിൽ അലൗ എക്സസീവ് മൈക്രോബിയൽ ഗ്രോത്ത്, വെറാസ് ടു ലിറ്റിൽ വിൽ കോസ് എക്സസീവ് ശ്രിങ്കേജ്. കണ്ടോ, കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുകയാണെന്ന് വിചാരിക്കാം, നല്ല കൂടുതൽ ഹ്യൂമിഡിറ്റിയിലാണെന്ന് വെച്ചാൽ ദർ ഇസ് ചാൻസസ് ഓഫ് മൈക്രോബിയൽ ഗ്രോത്ത് കൂടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. എന്ത് കൂടിയാൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഹ്യൂമിഡിറ്റി കൂടിയാൽ. അതേസമയം ഹ്യൂമിഡിറ്റി കുറഞ്ഞു പോയാലാണ് എക്സസീവ് ശ്രിങ്കേജിന് കാരണമാവും. മീറ്റ് കൂടുതലും ചുരുങ്ങുന്നതിന് കാരണമായിട്ടും ശ്രിങ്കേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ രണ്ടും ശ്രദ്ധിക്കേണ്ടതാണ്. കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. കൂടിപ്പോയാൽ അത് മൈക്രോബിയൽ ഗ്രോത്തിന് കാരണമായി മാറുകയും അതേസമയം കുറഞ്ഞു പോയാൽ മീറ്റ് ഷ്രിങ്ക് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യും. 85% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഫോർ ഏജിങ് ഇൻ വിച്ച് സ്ലോയിങ് ഓഫ് മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് മോയ്സ്ചർ ലോസ്. ഇവിടെ മോയ്സ്ചർ ലോസ് ഒരു പരിധിവരെ തടയുകയും അതുപോലെ തന്നെ മോയ്സ്ചർ ലോസ് പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ സ്ലോവർ മൈക്രോബിയൽ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യുന്നതിനും ഈ 85% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദീസ് ആർ ദ ബേസിക്സ്. നെക്സ്റ്റ്, ടെൻഡർനെസ് ഡെവലപ്മെന്റ്സ് ആക്സിലറേറ്റഡ് ബൈ ഏജിങ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. ഹയർ ടെമ്പറേച്ചറിൽ ടെൻഡർനെസ് ഡെവലപ്മെന്റ് കൂടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഏജിങ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ ഏജിങ് കൂട്ടാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് മൈക്രോബിയൽ ഗ്രോത്ത് അറ്റ് ഹയർ ടെമ്പറേച്ചർ. പക്ഷേ എന്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്? മൈക്രോബിയൽ ഗ്രോത്ത് ഹയർ ടെമ്പറേച്ചറിൽ കൂടാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ടെൻഡർനെസ് കൂടുന്നതോടൊപ്പം തന്നെ മൈക്രോബിയൽ ഗ്രോത്തും കൂടി കൂടും. അത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് ഒരു ടെമ്പറേച്ചർ സ്പെസിഫിക് ആയിട്ട് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏജിങ്ങിനെ നടത്താൻ. ദെൻ എയർ വെലോസിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ, എയർ വെലോസിറ്റി 0.5 to 2.5 മീറ്റർ പെർ സെക്കൻഡ്സിലുമാണ് നമ്മളുടെ ഡ്രൈ ഏജിങ് ചെയ്യുന്നത്. That is more essential. Why? Because it acts as the medium for the moisture removal from the refrigerator room. അവിടെ ഉണ്ടാവുന്ന മോയ്സ്ചറിന്റെ റിമൂവലിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എയർ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള എയർ വെലോസിറ്റി വിൽ അലൗ എക്സസീവ് മോയ്സ്ചർ ടു കണ്ടൻസ് ഓൺ പ്രൊഡക്ട്സ് ആസ് എ റിസൾട്ട് ഓഫ് ഫ്ലേവർ, അരോമ, സ്പോയിലേജ് വിൽ ഒക്കെ. കണ്ടോ, സഫീഷ്യന്റ് എമൗണ്ടിൽ എയർ വെലോസിറ്റി ഇല്ല എന്ന് വിചാരിക്കുക. അവിടെ എന്തുണ്ടാവും? മീറ്റിൽ മൊത്തം എക്സസീവ് ആയിട്ടുള്ള മോയ്സ്ചർ വരികയും കണ്ടൻസേഷൻ സംഭവിച്ച് അത് ഓഫ് ഫ്ലേവർ, അരോമാസ്, സ്പോയിലേജിനൊക്കെ കാരണമാവും. സ്പോയിലേജ് ഒക്കെ മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് കാരണമായി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ എയർ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഒരു സ്പെസിഫിക് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിലുണ്ടാവുന്ന വേരിയേഷൻസ് ഡെഫിനറ്റ്ലി ആ മീറ്റിനെ എഫക്ട് ചെയ്യും. ടു ഹൈ എയർ വെലോസിറ്റി വിൽ റിസൾട്ട് ഇൻ എക്സസീവ് സർഫസ് ഡ്രൈയിങ്. എയർ വെലോസിറ്റി കൂടുകയാണെന്ന് വെച്ചാൽ എന്തുണ്ടാവും? പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റും. സർഫസ് ഡ്രൈയിങ് ഫാസ്റ്റ് ആയിട്ട് മാറ്റും. ദാറ്റ് റിസൾട്ട്സ് ഇൻ ടു വെയിറ്റ് ആസ് വെൽ ആസ് എ ട്രിം ലോസ്. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നത്? ന്യൂട്രീഷണൽ, നമ്മുടെ ട്രിം എന്ന് പറയുന്നത് പർജ് ട്രിം എന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഡ്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ് ഈ ട്രിം എന്ന്. ദ ഫ്ലൂയിഡ് വിച്ച് ഇസ് പ്രസന്റ് വിത്ത് ന്യൂട്രീഷണൽ വാല്യൂസ് അല്ലെ, പ്രസന്റ് ഇൻ മീറ്റിൽ ഉണ്ടാവുന്ന കുറച്ച് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. അത് ഊസ് ഔട്ട് ചെയ്ത് പോകാറുണ്ട് സാധാരണ നമ്മൾ അതിൻ്റെ ഫർദർ പ്രൊസീജിയറിലേക്കൊക്കെ പോകുമ്പോൾ. അപ്പം അതുകൊണ്ട് ഇതെല്ലാം കാരണമായി മാറും. കൂടുതൽ എമൗണ്ടിൽ ട്രിം ലോസ് ഉണ്ടാവും, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവും ഇഫ് ദ എയർ വെലോസിറ്റി ഇസ് ഹൈ. എയർ വെലോസിറ്റി കൂടാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. കണ്ടോ, കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. ആ ഒരു സ്പെസിഫിക് ലെവലിൽ വേണം ഇത് കൊണ്ടുപോകാൻ. ഡിസഡ്വാൻറ്റേജസ് വന്നിട്ട് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദീസ് വെയിറ്റ് ആൻഡ് ട്രിം ലോസസ്. കണ്ടോ, ശരിയല്ലേ? കൂടുതലായിട്ട് ട്രൈ ചെയ്തു പോയാൽ നമുക്ക് തന്നെയല്ലേ ബാധിക്കുക. നമുക്ക് വേണ്ടത്ര പൈസ കിട്ടില്ല അല്ലേ? അപ്പൊ അതിന്റെ വെയിറ്റിനനുസരിച്ചാണല്ലോ നമുക്ക് പൈസ തൂക്കി വിൽക്കുകയാണ് ചെയ്യണം നമ്മൾ. അപ്പൊ ആ തൂക്കം കുറഞ്ഞു പോയാൽ നമുക്ക് എന്ത് കിട്ടില്ല? പൈസ കിട്ടില്ല. അപ്പോൾ ഫിനാൻഷ്യലി
പ്രശ്നങ്ങളുണ്ടാവും. അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാറുണ്ട്. ഡ്രൈ ഏജിങ്ങിൽ കൂടുതൽ വെയിറ്റ് ലോസ് ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഏജിങ്, ദാറ്റ് ഈസ് വെറ്റ് ഏജിങ്. വെറ്റ് ഏജിങ് പേരിൽ തന്നെയുണ്ട് അല്ലേ. ഏജിങ് ഓഫ് മീറ്റ് ഇൻ എ വാക്വം ബാഗ്സ് അണ്ടർ റെഫ്രിജറേറ്റഡ് കണ്ടീഷൻ ഓഫ് 30 to 34 degree ഫാരൻഹീറ്റ്. ദറ്റ് മീൻസ് ആസ് സെയിം ആസ് ഡ്രൈ ഏജിങ് പോലെ തന്നെയാണ്. 0 to 1 degree തന്നെയാണ് ഇതിനെ നമ്മൾ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ മീറ്റുകളെ വാക്വം ബാഗ്സുകളിലാണ് വെക്കുന്നത്. വാക്വം ബാഗുകളിലാണ് വെക്കുന്നത്. വാക്വം ബാഗിൽ അടച്ചതിന് ശേഷം മാത്രമാണ് റെഫ്രിജറേഷൻ ചെയ്യുന്നത്. ഇവിടെ ഹ്യൂമിഡിറ്റിയോ എയർ വെലോസിറ്റിയോ ഇമ്പോർട്ടൻ്റേ അല്ല. These humidity and air velocity are not necessary requirements. The predominant method of postmortem aging. Wet aging എന്ന് പറയുന്നത് ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം, ഡെത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രിഡോമിനന്റ് മെത്തേഡ് ഓഫ് ഏജിങ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന വെറ്റ് ഏജിങ് എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ഏജിങ് ആണിത് wet aging. Dry aging and wet aging result in similar degrees of palatability in the case of ribs and loin steaks. ഈ രണ്ട് രീതികളിലും ഏജിങ് ചെയ്താലും, അതായത് ഡ്രൈ ഏജിങ് ചെയ്താലും വെറ്റ് ഏജിങ് ചെയ്താലും റിബിന്റെ കേസസിലോ ലോയിൻ സ്റ്റീക്സിന്റെ കേസസിലോ പലറ്റബിലിറ്റിയിൽ വ്യത്യാസം വരില്ല. അതായത് അതിന്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുന്നില്ല. ഈ റിബ് നിങ്ങൾക്കറിയാം, തൊറാക്സിക് ക്യാവിറ്റിയുടെ നമ്മളുടെ വാരിയല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിബ്സ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ലോയിൻ എന്ന് പറഞ്ഞത് അബ്ഡോമിനൽ ഭാഗത്ത്, ബാക്ക് വശത്ത് അബ്ഡോമിനൽ ഭാഗത്തുള്ള മസിൽസുകളെയൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ തന്നെയാണ് നമ്മൾ ലോയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് റീജിയൻസിലുള്ള നമ്മൾ ഉപയോഗിക്കുന്നത് ആ രണ്ട് റീജിയൻസിലുള്ള മസിൽസുകളാണെങ്കിൽ ഡ്രൈ ഏജ് ചെയ്താലും വെറ്റ് ഏജ് ചെയ്താലും അവിടെ പാലറ്റബിലിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പാലറ്റബിലിറ്റി വിൽ നോട്ട് ബി ഇന്റർഫിയർഡ് വെൻ ഡ്രൈ ആൻഡ് വെറ്റ് ഏജിങ് ഡൺ ഇൻ ദ കേസ് ഓഫ് റിബ്സ് ആസ് വെൽ ആസ് ലോയിൻ സ്റ്റീക്സ്. Meat from vacuum aged cuts has a more bloody or ceramy and metallic flavor, whereas in the case of meat from dry aging has more brown roasted beefy flavor. കണ്ടോ, രണ്ട് തരത്തിലുള്ള ഫ്ലേവേഴ്സുകളാണുള്ളത്. വാക്വം ഏജ്ഡ് കട്ട്സുകൾ നമ്മൾ വാക്വം ഏജ്ഡ് കട്ട്സുകളാണ് വെച്ചാൽ അവരുടെ ഫ്ലേവർ വരുന്നത് ഒരു ബ്ലഡി അല്ലെങ്കിൽ സെറമി ഓർ മെറ്റാലിക് ഫ്ലേവർ, മെറ്റലിന്റെ മണമോ അല്ലെങ്കിൽ സെറത്തിന്റെ മണമോ അല്ലെങ്കിൽ ഒരു ബ്ലഡിന്റെ സ്മെല്ലൊക്കെയാണ് നമുക്ക് വാക്വം ഏജ്ഡ് ആയത്, ദാറ്റ് മീൻസ് വെറ്റ് ഏജ് ചെയ്തിട്ടുള്ള മീറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. വേറസ് ഇൻ ദ കേസ് ഓഫ് ഡ്രൈ ഏജിങ് ചെയ്ത കേസാണ് വെച്ചാൽ നമുക്ക് കൂടുതലും കിട്ടുന്നത് ബ്രൗൺ റോസ്റ്റഡ് ബീഫി ഫ്ലേവർ. ബീഫി ഫ്ലേവർ നമുക്കറിയാം, അത് തന്നെ നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളർ ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലാണ് നമ്മളുടെ ഡ്രൈ ഏജിങ്ങിന്റെ ഫ്ലേവർ ആയിട്ട് പറയുന്നത്. ഇപ്പൊ രണ്ട് രീതികളിലാണ് ഇതിന്റെ ഫ്ലേവറുകളെ പറ്റി പറയുന്നത്. ഡ്രൈ ഏജിങ്ങിന്റെ കേസസിൽ ബ്രൗൺ റോസ്റ്റഡ് ബീഫി ഫ്ലേവർ ആണ് വരുന്നത്. വെറ്റ് ഏജിങ്ങിന്റെ കേസസിൽ ബ്ലഡി, സെറമി ഓർ മെറ്റാലിക് ഫ്ലേവർ ആണ് വരുന്നത്. ഈ ഫ്ലേവറുകൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. Then next നമ്മൾ പറയുന്നത് significant changes that takes place in meat during aging. എന്തൊക്കെ ചേഞ്ചസുകളാണ് നമ്മൾ ഏജ് ചെയ്യുമ്പോൾ മീറ്റിന് സംഭവിക്കുന്നത്? അപ്പൊ ഇവിടെ നമുക്കറിയാം മസിൽസ് ടു മീറ്റ് കൺവേർഷൻ ആണ് നടക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള നാച്ചുറൽ എൻസൈംസുകൾ മസിൽസുകളിൽ കാണുന്നുണ്ട്. ഇവരെല്ലാവരും പ്രോട്ടീൻസുകളുടെ മസിൽ പ്രോട്ടീൻസുകൾ അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സിലുള്ള പ്രോട്ടീൻസുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് സഹായിക്കുന്നത്. In conversion of muscles to meat, natural enzymes like proteases found in muscles breaks down specific proteins in the muscle fibers or myofibrils. ഇവരെന്താ ചെയ്യുന്നത്? അതിലുള്ള എൻസൈംസുകൾ പ്രോട്ടീൻസിന്റെ ബ്രേക്ക് ഡൗൺ ആണ് കാരണമാക്കുന്നത്. ദെൻ 3 പ്രോസസ്സുകളാണ്, 3 ചേഞ്ചസുകളാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ, പ്രോട്ടിയോലൈസിസ്, ഫ്ലേവർ എൻഹാൻസ്മെന്റ്. ആദ്യം നമ്മൾ പറയുന്നത് പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ. പ്രോട്ടീന്റെ ഡീനാച്ചുറേഷൻ, പേരിൽ തന്നെയുണ്ട് അതിന്റെ നാച്ചുറൽ മാറുക അല്ലെ. There is a physical rearrangement of chemical bonds in the amino acids of protein polypeptide chain without involving any hydrolysis. Hydrolysis ഒന്നുമില്ലാതെ ഫിസിക്കൽ റീഅറേഞ്ച്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. കെമിക്കൽ ബോൺസുകൾ എന്ത് ചെയ്യുന്നു? റീഅറേഞ്ച് ചെയ്യുന്നു. എവിടെയുള്ള കെമിക്കൽ ബോൺസുകളാണ്? പ്രോട്ടീൻസ് അല്ലെ, അമിനോ ആസിഡ്, പ്രോട്ടീൻ പോളിപെപ്റ്റൈഡ്സിലുള്ള അമിനോ ആസിഡ്സുകളുടെ കെമിക്കൽ ബോൺസുകളിൽ റീഅറേഞ്ച്മെന്റ് സംഭവിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ.
ക്ലിയർ അല്ലേ? പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ. രണ്ടാമത് പ്രോട്ടിയോലൈസിസ്. പ്രോട്ടിയോലൈസിസ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ഇൻ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ആൻഡ് ടെൻഡർനെസ്. പ്രോട്ടിയോലൈസിസ് പേരിൽ തന്നെയുണ്ട്, പ്രോട്ടിയോലൈസിസ്. പ്രോട്ടീൻസിന്റെ ലൈസിസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രോട്ടീൻസിന്റെ ലൈസിസ്, പ്രോട്ടീൻസ് മുറിയുന്നതിന് കാരണം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രോട്ടീൻസ് മസിൽ പ്രോട്ടീൻസുകൾ അല്ലെ, അതിനുള്ള മസിൽ ഫൈബേഴ്സുകളൊക്കെ ലൂസൺ ചെയ്യുകയും അതുകൊണ്ട് തന്നെ അവിടെ വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുകയും ചെയ്യും. ദർ ബൈ മസിൽസുകൾ ലൂസൺ ആവുന്നത് മൂലം എന്തുണ്ടാവും? ടെൻഡർനെസ് കൂടുന്നുണ്ട്. മസിൽസിന്റെ ടെൻഡർനെസ്, സോറി, മീറ്റിന്റെ ടെൻഡർനെസ് കൂടുന്നതിന് കാരണമാകുന്നു. മസിൽസിന്റെ ഫൈബേഴ്സ് ലൂസൺ ആവുന്നത് കൊണ്ട് മീറ്റിന്റെ ടെൻഡർനെസ് കൂടുന്നു. അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് ഫ്ലേവർ എൻഹാൻസ്മെന്റ് ആണ്. ഫ്ലേവറിന് മാറ്റങ്ങൾ ഉണ്ടാവും. അത് കുറച്ചും കൂടി കൂടുക, ഫ്ലേവർ എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ ഒരു റിയാക്ഷനെ പറ്റി പറയുന്നത് മൈലാർഡ് റിയാക്ഷൻ ആണ് പറയുന്നത്. മൈലാർഡ് റിയാക്ഷൻ, ഇറ്റ് ഈസ് എ നോൺ എൻസൈമാറ്റിക് റിയാക്ഷൻ, ക്യാൻ ഫോംസ് ബ്രൗൺ കോമ്പൗണ്ട്സ്, കോസസ് സം ഡിസ്കളറേഷൻ ആൻഡ് ബിറ്റർ ടേസ്റ്റ് ടു ദ മീറ്റ്. മീറ്റിനൊരു കയ്പ് ടേസ്റ്റും അതുപോലെ തന്നെ ഒരു ബ്രൗൺ ഡിസ്കളറേഷനും കാരണമായി മാറുന്നു. ഇതൊരു നോൺ എൻസൈമാറ്റിക് റിയാക്ഷൻ ആണ് ദാറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ഏജിങ്. അതിനെ പറയുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് മൈലാർഡ് റിയാക്ഷൻ. ദർബൈ ഒരു ഫ്ലേവർ കൂടുന്നതിന് കാരണമാകും. നമ്മളിപ്പോൾ കുറേയൊക്കെ പൊള്ളിച്ച് കഴിക്കുന്ന കേസുകൾ ഉണ്ടല്ലോ അല്ലെ, നല്ലോണം ബ്രൗൺ കളറിലൊക്കെ ചുട്ടെടുക്കുന്ന കോഴി അല്ലെങ്കിൽ മാംസത്തിന്റെ കേസിൽ നമുക്കൊരു പ്രത്യേക മണം വരാറുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ടോ? പക്ഷെ അത് കൂടുതൽ കരിഞ്ഞു പോയാൽ ബിറ്റർ ടേസ്റ്റ് ആയി മാറുകയും ചെയ്യും. അതാണ് ഫ്ലേവർ എൻഹാൻസ്മെന്റ് എന്നുള്ള ഇതിൽ വരുന്നത്. ആ റിയാക്ഷന് പറയുന്ന പേരാണ് മൈലാർഡ് റിയാക്ഷൻ. ഇറ്റ് ഈസ് എ നോൺ എൻസൈമാറ്റിക് റിയാക്ഷൻ, ക്യാൻ ഫോംസ് എ ബ്രൗൺ കളേർഡ് കോമ്പൗണ്ട്സ്, കോസസ് സം ഡിസ്കളറേഷൻ ആൻഡ് ബിറ്റർ ടേസ്റ്റ് ടു ദ മീറ്റ്. ഇത്രയാണ് നമ്മളുടെ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസുകൾ ഏജിങ്ങുമായി ബന്ധപ്പെടുത്തി നടക്കുന്നത്. പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ, പ്രോട്ടിയോലൈസിസ്, ഫ്ലേവർ എൻഹാൻസ്മെന്റ് നടക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വളരെ സിമ്പിൾ ടോപ്പിക് ആണ് അല്ലേ. എന്താണ് ഏജിംഗ് എന്ന് പറഞ്ഞു, ഏജിങ്ങിന്റെ ഡിഫറെന്റ് ടേംസുകൾ, കണ്ടീഷനിങ്, ടെൻഡറൈസേഷൻ, റൈപ്പനിങ് ഓർ മെച്ചുറിങ് ഓഫ് മീറ്റിനെ പറ്റി പറഞ്ഞു. 2 ഫേസുകളാണ് ഏജിങ്ങിലുള്ളത്, റാപ്പിഡ് ഫേസും സ്ലോവർ ഫേസും. ദെൻ കാത്തപ്സിൻ, കാൽപൈൻസ് എന്നുള്ള 2 പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഫാക്ടേഴ്സുകൾ പ്രീ സ്ലോട്ടർ ഫാക്ടർ ഉണ്ട്, പോസ്റ്റ് സ്ലോട്ടർ ഫാക്ടർ ഉണ്ട്. 2 തരത്തിലാണ് ഏജിങ് ഉള്ളത്, ഡ്രൈ ഏജിങ് ഉണ്ട്, വെറ്റ് ഏജിങ് ഉണ്ട്. ഡ്രൈ ഏജിങ് 1 മാസമൊക്കെ എടുക്കും. നമ്മളൊരു ട്രഡീഷണൽ മെത്തേഡാണ്, ഹാങ് ചെയ്യാണ് ചെയ്യുന്നത്. എൻറ്റയർ കാർക്കസസിനെ അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു കട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു റെഫ്രിജറേറ്റർ റൂമിൽ വെച്ചിട്ട് ഹാങ് ചെയ്തിടും. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ എയർ വെലോസിറ്റിയാണ്. എയർ വെലോസിറ്റി വന്നിട്ട് 0.5 to 2.5 മീറ്റർ പെർ സെക്കൻഡ്സും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വന്നിട്ട് 85 to 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വെറ്റ് ഏജിങ്ങും അതുപോലെ തന്നെ ഡ്രൈ ഏജിങ്ങും നടത്തുന്നത് 0 to 1 ഡിഗ്രി സെൽഷ്യസിലാണ്. ടെമ്പറേച്ചർ 0 to 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഉപകാരങ്ങളും ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസിനെ പറ്റി ചേഞ്ചസ് ഉണ്ടാവുകയാണ്, ചില ഫാക്ടേഴ്സിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ദെൻ വെറ്റ് ഏജിങ് എന്താണെന്ന് പറഞ്ഞിരുന്നു, എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു, എന്തൊക്കെ ഫ്ലേവേഴ്സുകളാണ് ഉണ്ടാവുന്നത്, ദെൻ എന്തൊക്കെ ചേഞ്ചസുകളാണ് ഈ ഏജിങ് പ്രോസസ്സിൽ നടക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയാണ് നമ്മുടെ ഏജിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ വരുന്നത്. ഏജിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എയർ വെലോസിറ്റി ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി റിക്വയർഡ് ഫോർ ഡ്രൈ ഏജിങ് ഓഫ് മീറ്റ്. എയർ വെലോസിറ്റി ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി റിക്വയർഡ് ഫോർ ഡ്രൈ ഏജിങ് ഓഫ് മീറ്റ്. ഓപ്ഷൻ എ 2.5 meter per seconds, 50%. Option B 5 meter per seconds, 85%. Option C 2.5 meter per seconds and 85%. Option D 5 meter per seconds and 50%. ഏതാണ് ആൻസർ വരുന്നത്? ഡയറക്റ്റ് ചോദ്യമാണ്. എയർ വെലോസിറ്റി വരുന്നത് 2.5 മീറ്റർ പെർ സെക്കൻഡ്സ് ആയിരിക്കണം. ദെൻ എയർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 85% ആയിരിക്കണം. ദാറ്റ്സ് വൈ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ സി. Next question, the types of aging of meat in vacuum bags under refrigerated condition. Types of aging of meat in vacuum bags under refrigerated condition. Option A dry, option B active, option C intelligent, option C intelligent, option D wet. ഏതാ വരുന്നത്? വാക്വം ബാഗ്സുകൾ ഉപയോഗിക്കുന്ന ഇതിലാണ്. യെസ്, ആൻസർ ഈസ് ഡി, വെറ്റ് ഏജിങ്ങിലാണ് വാക്വം ബാഗ്സുകൾ ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു വെറ്റ് ഏജിങ്ങിന് ഒരു 1 or 2 വീക്സിന്റെ ഉള്ളിൽ നമുക്ക് ഏജ്ഡ് മീറ്റ് കിട്ടും. Next question, non-enzymatic reaction can form brown compounds and a bitter taste to the meat during aging.
ഓപ്ഷൻ എ proteolysis, ഓപ്ഷൻ ബി ഗ്രിഗ്നാർഡ് റിയാക്ഷൻ, ഓപ്ഷൻ സി മൈലാർഡ് റിയാക്ഷൻ, ഓപ്ഷൻ ഡി വിറ്റിക് റിയാക്ഷൻ. ഏതാണ് നോൺ എൻസൈമാറ്റിക് റിയാക്ഷൻ വിച്ച് ഫോംസ് ബ്രൗൺ കളർ ആൻഡ് ബിറ്റർ ടേസ്റ്റ്? ഏതാണ് ആൻസർ? ഡയറക്റ്റ് ചോദ്യമാണ്. യെസ്, ആൻസർ ഈസ് സി, മൈലാർഡ് റിയാക്ഷൻ ആണ് വരുന്നത്. മൈലാർഡ് റിയാക്ഷൻ ആണ് ഒരു നോൺ എൻസൈമാറ്റിക് റിയാക്ഷൻ. അവിടെ ബ്രൗൺ കളർ കോമ്പൗണ്ട്സുകളാണ് ഫോം ചെയ്യുന്നത്. ബിറ്റർ ടേസ്റ്റ് ആണ് ആ മീറ്റിന് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടീഷനിങ് ഓഫ് മീറ്റ്. കണ്ടീഷനിങ് ഓഫ് മീറ്റ് ഓർ ഏജിങ് ഓഫ് മീറ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാറ്റപ്സിൻ, ഓപ്ഷൻ ബി ആക്ടിൻ, ഓപ്ഷൻ സി ആൽബുമിൻ, ഓപ്ഷൻ ഡി മയോസിൻ. ഡയറക്റ്റ് ചോദ്യം. യെസ്, കാൽപൈൻ ആൻഡ് കാറ്റപ്സിൻ ആർ ദി പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടീഷനിങ് ഓഫ് മീറ്റ്. ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Phase of tendering meat causes structural weakening of intramuscular connective tissue. Phase of tendering meat causes structural weakening of intramuscular connective tissue. Option A rapid, option B slower, option C active, option D log. ഏത് ഫേസിലാണ് സ്ട്രക്ചറൽ വീക്കനിങ് ഓഫ് ഇൻട്രാമസ്കുലർ കണക്റ്റീവ് ടിഷ്യൂ നടക്കുന്നത്? ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, സ്ലോവർ ഫേസ് ഓഫ് ദി ഏജിങ്ങിലാണ് നമ്മൾ ഈ സ്ട്രക്ചറൽ വീക്കനിങ് ഓഫ് ഇൻട്രാമസ്കുലർ കണക്റ്റീവ് ടിഷ്യൂ നടക്കുന്നത്. ഇത്രയാണ് നമ്മളുടെ ടോപ്പിക്സ്. ഏജിങ് ഓഫ് മീറ്റ് ഒരു ചെറിയ കുഞ്ഞു ടോപ്പിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കാണാം, നോക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എക്സാംസുകൾ അടുക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യണം. നമ്മളുടെ ക്ലാസ്സുകളിലൂടെ പോകണം. നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കണം. That's all for the day. Thank you.